ഗൈസ് നല്ല കിതപ്പുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഈ മലയുടെ പൊക്കത്തെത്തിയിരിക്കും ഗൈസ്. ഇവിടെ പാമ്പ് ഗൈസ്, എന്തൊരു ബ്യൂട്ടിയാണ് ഗൈസ്, അടിപൊളിയാണ് കണ്ടത്. ഒരു സംഭവം കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? അതിന്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇർഫൂസ് വ്ലോഗ്സ് ആണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതെ ഗൈസ്, ഞങ്ങളിതൊരു ചെറിയൊരു യാത്ര പോവാണ്. നമ്മളൊരു കിടിലം പ്ലേസിലേക്ക് പോവാണ് ഗൈസ്. രാവിലെ മോർണിംഗ് ഇതൊരു 7 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോ ഇല്ലിക്കൽ മലയുടെ ബാക്ക് സൈഡ് ആയിട്ടുള്ള ചോലമല എന്നുള്ള പ്രദേശത്തേക്ക് നമ്മൾ പോവാണ്. അടിപൊളി ആംബിയൻസ് ആണ് രാവിലെ അവിടെ പോവുകയാണെങ്കിൽ. അപ്പൊ ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ഇത് ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളിവിടെ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അതാണ് എണ്ണയില്ല, പടച്ച റബ്ബേ, എണ്ണയില്ല. നോക്കിയോ ഗൈസ്, പെട്ടുവെന്ന് തോന്നുന്നു ഗൈസ്. ആ ഗൈസ്, സോറി, ചോലമലയല്ല, ചോനമല എന്നാണ് ഗൈസ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ ഓക്കെ, സെറ്റാ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ 100-ലാണ് ഗൈസ് പോകുന്നത്. അടിപൊളി ബൈക്കാണ് കേട്ടോ, ഏതും മലയും താണ്ടി അടിച്ചു കയറും. കുറച്ച് നേരം കൂടെ ഉള്ളൂ, ഞങ്ങളിപ്പോ ഏകദേശം ചോനമല എത്താറായിരിക്കാണ് ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ് ചോനമല. നല്ല ആളും തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ 100. എന്റെ പൊന്ന് ഗൈസ്, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സാറേ, ഇവിടെ എങ്ങനെയുണ്ടോ സ്ഥലം? നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അതിന്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ എത്താൻ കഴിയും. അടിപൊളി. അതിന്റെ മുകളിൽ ഒരാൾക്കാർ. ഓ ഗൈസ്, എന്തൊരു ബ്യൂട്ടിയാണ് ഗൈസ്, നമ്മുടെ ഇല്ലിക്കമലയുടെ ബ്യൂട്ടിയാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടത്. സൂപ്പർ. രാവിലെ കുറച്ചുകൂടെ നേരത്തെ വന്നാൽ അടിപൊളിയായിരിക്കും. കേറുവാണോടെ? അതെ, ഈ മല കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. പറട അവസാനം അതെ, സൻഷിതുണ്ട് ഗൈസ്. ഇതൊന്ന് നോക്കിയ ഗൈസ്, കണ്ടില്ലേ? നല്ല അടിപൊളിയാണ് കേട്ടോ. ഫോഗെല്ലാം നല്ല അടിപൊളി. ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. തട്ടുകടയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി മല കയറാൻ വേണ്ടി പോണ ഗൈസ്. മലയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ് നല്ല കിതപ്പുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഈ മലയുടെ പൊക്കത്തെത്തിയിരിക്കും ഗൈസ്. ഇവിടെ പാമ്പ്, ഇതെന്താ സാധനം ഒന്ന് കാണിച്ചു. ഇത് ഇരുതലമൂരിയാണോ അവിടെ ഗൈസ്? ഇവിടെ ഇരുതലമൂരിയൊക്കെ ഉണ്ട് ഗൈസ്. ഒന്നും ആയിട്ടില്ല, ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എത്തിയതേ ഉള്ളൂ. ഇതേ ഗൈസ്, ഇപ്പോൾ വന്ന് നമ്മൾ കയറിയ ഭാഗമാണ് ഗൈസ്. വരുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞ് കാണാൻ. ഇപ്പോൾ സമയം ഏകദേശം 7:30 8 മണി ആവാറായി. ഇനി ഇതുപോലത്തെ വഴികളാണോ ഗൈസ്? അത് നമ്മൾ കയറും ഗൈസ്, കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് പറയാനുള്ളത്? കയറാം. അത് നിന്റെ പെണ്ണ് തേച്ചിട്ട് വേണ്ട ദുഃഖമാണോ? കുഴപ്പമില്ല, ഈ പെണ്ണ് തേച്ചായിരുന്നേ. അല്ല, ഞാൻ പറയുന്ന കുടുംബശ്രീ ഇവന്റെ ബിസിനസ് ഐഡിയ ആണ്. ഇവൻ പറയുന്നത് ഇതിനകത്ത് ഊണ് വെച്ചാൽ നല്ല ആള് കയറും എന്നാണ് പറയുന്നത്. അതായത് 40 രൂപ ഊണ് മീൻ പിടിച്ചു. അല്ല, MN ഹോട്ടൽ എന്നാണ് കടയുടെ പേര്. മെയിൻ വേട്ടയുടെ മെയിൻ. നോക്കടി, സ്റ്റൈല് നോക്കടി. അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, സൂപ്പർ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ചോനമലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല മഞ്ഞുണ്ട്, അടിപൊളി ആംബിയൻസ് ആണ്. സമയം ഒരു 8:30 ആയിട്ടുണ്ട്. പക്ഷേ കണ്ടാൽ പറയോ ഗൈസ്, ഒരു ഈവനിങ് വൈബല്ലേ, അടിപൊളിയാണ്. നല്ല കോട മഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സിനൊപ്പം ചില്ല് ചെയ്യാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. പക്ഷേ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സേഫ്റ്റി ഈസ് വെരി മസ്റ്റ്. നിങ്ങൾ സൂക്ഷിക്കുക. കണ്ടില്ലേ, ഫുൾ കോടമഞ്ഞ് വന്നിരിക്കുകയാണ്. അടിപൊളി ആംബിയൻസ് ആണ്, നല്ല തണുപ്പുണ്ട്. ഇനി നമുക്ക് പയ്യെ ഇറങ്ങാൻ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം ഇവിടെ ഉണ്ടാകും. അടിപൊളി.
ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. ഹായ് എല്ലാവരും. എവിടെയാണ് സ്ഥലം നിങ്ങളെ? ഞങ്ങൾ തൃശ്ശൂരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ ഈ ഇല്ലിക്കൽ ചോനമല വന്നത്? അടിപൊളി പ്ലേസാണല്ലേ. നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ അവിടെ? നിങ്ങൾ ഇന്ന് എങ്ങോട്ടാ യാത്ര? വാഗമൺ രാവിലെ ഇറങ്ങിയതാണോ? അടിപൊളി നല്ല വൈബല്ലേ. ഒരു മഴക്കാലവും കൂടെ ആയതുകൊണ്ട് നല്ലൊരു താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഞാൻ ഈരാറ്റുപേട്ടാണ്. ഓക്കെ താങ്ക് യു. ശരി താങ്ക് യു ഗൈസ്. നമ്മൾ കയറുന്നത് പോലെയല്ല, ഇറങ്ങാൻ നല്ല ടാസ്ക്കാണ്. കൈയുടെ കോലം കണ്ടില്ലേ, പാൻറ്റൊക്കെ ഒരു കോലമായി. സൂക്ഷിച്ചും കണ്ടും വരിക കേട്ടോ. കുട്ടികളൊന്നായിട്ട് ഇങ്ങോട്ട് അധികം കയറണ്ട, കാരണം അവർക്കൊക്കെ വലിയ ടാസ്ക് ആയിരിക്കും. പക്ഷേ അടിപൊളിയാണ്, വൈബാണ്. ശരി ശ്രദ്ധിക്കണം, നമ്മുടെ ഫുൾ ചെളിയാവും, നമ്മുടെ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സെല്ലാം കുളവും. പക്ഷേ ആ ഒരു പക്കത്തിനെ വരാം. ഷോർട്സും അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ആയിരിക്കും പറ്റും.